അപ്പോൾ ഈ പപ്പടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വറ്റൽ മുളകും, പിന്നെ ഒരു ഉള്ളി, ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നിറം മാറണ വരെ ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ ദേ കളറൊക്കെ മാറി ആവശ്യത്തിന് റെഡി ആയിട്ടിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ദേ ഇതിൻ്റെ ഒന്ന് ചൂടൊന്ന് ആറിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാവാൻ നേരത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതെന്തോട്ടാണോ അതെ മസാലപ്പൊടി. സോറി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ കൊച്ചാണ് കേട്ടോ. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. എല്ലാം കുറച്ച് കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അടിച്ച് വെച്ച അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ തിളയ്ക്കണം കേട്ടോ. ഈ തിളയ്ക്കണ സമയത്ത് നമുക്ക് പപ്പടം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിത് മുഴുവനായിട്ടുള്ള പപ്പടം കേട്ടോ. ഇത് പൊടിച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അവിടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് പപ്പടം കട്ട് ചെയ്ത് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇത് നല്ലോണം തിളച്ചാൽ മതി. നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പപ്പടത്തിന് ഉപ്പുള്ളതായതുകൊണ്ട് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടിടണം കേട്ടോ. കുറച്ചിട്ടിട്ട് പിന്നെ പപ്പടം ഇട്ട് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.